അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ്, രാഷ്ട്രീയപരമായി ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാവുന്ന ഭീഷണി, ജോലി സമ്മർദ്ദം, ഇതെല്ലാം ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു SIR-മായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇത് ഈ രീതിയിലായിരുന്നോ നടപ്പാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല നടപ്പാക്കേണ്ടത്. കാരണം എലക്ഷൻസ് മാത്രമാണ് ഇന്ത്യയിൽ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഭരണഘടനയിൽ അത് സർക്കാരിന്റെ ഭാഗമാക്കാതെ അതിന് ഭരണഘടനാപരമായ അധികാരങ്ങൾ കൊടുത്ത് സർക്കാരിന് പുറത്തുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയത്. അപ്പൊ ഈ നടപടിക്രമങ്ങൾ നമുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1950 മുതൽ നമ്മൾ കൃത്യമായി ഓരോ ഇലക്ഷനിലും മരിച്ചുപോയവരെ റിമൂവ് ചെയ്യുകയും പുതിയ വോട്ടർ പട്ടിക ചേർക്കുകയും സ്ഥാനം മാറിപ്പോയവരെ, സ്ഥലം മാറിപ്പോയവരെ മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ, തുടർ പ്രക്രിയ നടക്കുകയാണ്. ഇപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമായി നടത്താമായിരുന്നു. കഴിഞ്ഞ 5 വർഷം ഇത് വളരെ സമയബന്ധിതമായി നടപ്പാക്കാമായിരുന്നു, പൂർത്തീകരിക്കാമായിരുന്നു. മാത്രമല്ല, നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഈ രീതിയിൽ നടത്താൻ യാതൊരു തരത്തിലുള്ള ചട്ടങ്ങളും ഇന്ത്യയിലില്ല. മറിച്ച് ഈ വീഴ്ചകളെല്ലാം വരുത്തിയതിനു ശേഷം ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ഇത് 1-2 ആഴ്ച കൊണ്ട് ഇത് പൂർത്തീകരിക്കണമെന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ഭൗമശാസ്ത്രപരമായ പ്രത്യേകത. ഇപ്പോൾ വയനാടോ ഇടുക്കിയോ കാസർഗോഡോ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിമോട്ട് ഏരിയകളിൽ കുന്നും മലയും താണ്ടി ആളുകൾ പോവുകയും പല വീടുകൾ കണ്ടുപിടിക്കുകയും മാത്രമല്ല വീടുകൾ പലതും, ഇപ്പോൾ എറണാകുളം നഗരത്തിൽ പോലും പല സ്ഥലത്തും വീടുകൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വീട്ടു നമ്പരൊക്കെ ചേർത്തിരിക്കുന്നത്. ഇത് ആളുകളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ്. പട്ടിയെ അയച്ചുവിടുന്ന ഉദാഹരണങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വീടുകളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരം സമ്മർദ്ദങ്ങളെല്ലാം കൂടി മനുഷ്യത്വം പുറത്തു നിൽക്കുകയും ഈ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം നടക്കുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് എന്നതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഈ ചോദ്യം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചോദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രക്രിയകളിലുള്ള വീഴ്ചകൾ തുടരുകയും നമുക്ക് വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാവുകയും ചെയ്യും. ശ്രീ ഹരീഷ്, ഇപ്പൊ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഒന്ന്, മറ്റിപ്പോ ഇടുക്കിയിൽ നിന്ന് നമുക്ക് വന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, എന്ത് കള്ളത്തരോ അതിൽ കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഒന്ന്. മറ്റൊരു വിഭാഗം അത് രാഷ്ട്രീയക്കാരാണ്, അവരുടെ സമ്മർദ്ദം, അതായത് മരിച്ചവരുടെ, സ്ഥലം മാറിപ്പോയവരെ, താമസം മാറിയവരെ, ഇവരെല്ലാം കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം. അപ്പൊ ഇതിനുള്ളിൽ കിടക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ല, കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിക്കാത്ത ആളുകളുണ്ട്, പുതുതായിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്, ഇവർക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല, പിന്നെ സമയം, ടൈം എന്നുള്ളൊരു കാര്യമേ ഇല്ല. പുലർച്ചെ ഇറങ്ങുന്നു, രാത്രി ഏറെ വൈകി 12 മണി വരെ ഇവർ ഈ നടത്തമാണ്, വീടുകൾ തോറും കയറി ഇറങ്ങി നടത്തുകയാണ്. അപ്പം അത്തരത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതൊരു ചെയ്ത പരിപാടി. അപ്പൊ സർക്കാർ ആവശ്യപ്പെട്ടിട്ട് പോലും, ഇല്ലെങ്കിൽ സർവകക്ഷി യോഗത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് യാതൊന്നും, ഇതൊക്കെ പറഞ്ഞിട്ടും അവതരിപ്പിച്ചിട്ടും യാതൊരു നടപടിയോ ഒരു തരത്തിലുള്ള സൗകര്യമോ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. നോക്കൂ, കേരളം നമ്മൾ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ കളക്റ്റീവായി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ്. ഒറ്റപ്പെട്ട BLOമാരെ ഇത്തരം വീഴ്ചകൾക്ക് വിട്ടുകൊടുക്കാതെ. ഇപ്പൊ 2 തരത്തിലുള്ള പ്രഷറിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ 2-3 ആഴ്ചക്കാലം വീടടച്ചു പൂട്ടി ഏതെങ്കിലും ഒരു ചികിത്സാ ആവശ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ഒക്കെ പുറത്തു പോയിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? അവരുടെ വോട്ടർ പട്ടികയിൽ അവർക്ക് ഉൾപ്പെടുത്താനുള്ള അവരുടെ ഭരണഘടന നൽകുന്ന അവകാശം, ഇന്ത്യയിലെ ഓരോ പൗരനും നൽകുന്ന അവകാശം, എങ്ങനെയാണ് 2-3 ആഴ്ച അവർ ഇതിനോട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുക? അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളുള്ള ഒരു വോട്ടർ പട്ടിക സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് പൗരൻ പണം, അവരുടെ കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ, അവരുടെ വോട്ടർ പട്ടികയിലുള്ള അവരുടെ സമ്മതിദാന അവകാശം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം. 2, ഈ പാവം BLOമാർ ഇത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കട്ടെ, എന്നെപ്പോൾ ഒരു പൗരന്റെ വോട്ട് അനാവശ്യമായി നഷ്ടപ്പെട്ടു പോയാൽ ഈ BLOമാർ ഭാവിയിൽ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഭീഷണികളും ഉണ്ടാവുന്നില്ലേ? അപ്പൊ ഇതിനെ കളക്റ്റീവായിട്ടാണ് നേരിടേണ്ടത്. കേരളത്തിലെ സംഘടിതമായിട്ട് നമ്മൾ അത്തരത്തിൽ കളക്റ്റീവായി ജീവനക്കാരുടെ സംഘടനകൾ വഴി ഇത് നേരിട്ടിട്ടുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ ജില്ലാ കളക്ടർമാരോടാണ്. കേരളത്തിലെ ജില്ലാ കളക്ടർമാർ ഇതിന്റെ ഗ്രൗണ്ട് കളക്ടർമാരിത് നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ സംഭവം ഉണ്ടായ സമയത്ത് പോലും കളക്ടർ പറയുന്നു അധിക ജോലിഭാരമില്ല. അദ്ദേഹത്തോട് ചോദിച്ചതാണ്, അനീഷിനോട് എന്തെങ്കിലും സഹായം വേണോ എന്ന്, അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. ആ രീതിയിൽ കൈയൊഴുകിയാണ്. അതാണ്. അല്ല, ജില്ലാ കളക്ടർമാരുടെ ഭരണ രീതി എന്ന് പറഞ്ഞാൽ അവർ മറ്റൊരു തരം പ്രഷറിലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ ജില്ലാ കളക്ടർമാർ നേരിട്ട് പറയുന്നുണ്ടാവില്ല. പക്ഷേ പല സഹപ്രവർത്തകരുടെ ഗ്രൂപ്പുകളിലും പല സുഹൃത്തുക്കളോടും അവർ പറയുന്നത് അവർക്ക് ഇതേ ജോലിഭാരം തന്നെയാണ്. ഈ മേലെ നിന്ന് വരുന്ന ഉത്തരവുകളെല്ലാം മൂളി നടപ്പാക്കാനുള്ള ഒരു സംവിധാനമാണ് ഭരണ സംവിധാനം എന്ന ഒരു തെറ്റിദ്ധാരണ. പട്ടാളത്തെയോ അത്തരം സംവിധാനങ്ങളെയോ പോലെ ഓർഡർലി ആയി മാത്രമാണ് ഇത് നടപ്പാക്കേണ്ടത്. ഇതിന്റെ ജനാധിപത്യ സ്വഭാവമില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനുഷ്യത്വത്തെ ചട്ടങ്ങൾ വെച്ച് മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനിയിപ്പോ ഈ ഫോം വിതരണം അത് തിരിച്ചുവാങ്ങൽ മാത്രമാണോ? ഇനിയിപ്പോ BLOമാർക്ക് അധികം ഭാരിച്ച ജോലി വരാനല്ലേ ഇരിക്കുന്നത്? കാരണം ഈ ഫോമിലെ വിവരം മൊത്തം മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യൽ അതും അവരുടെ ജോലിയാണ്.
തീർച്ചയായിട്ടും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായ സംഗതിയായിരിക്കില്ല. ഇതിനുള്ള ട്രെയിനിങ് പീരീഡ് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ചും ഇത് സ്കില്ല് കൈകാര്യം ചെയ്യുന്നതിൽ ആളുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. എല്ലാവരും ഒരേ സമയത്ത് ഒരേപോലെ പൂർത്തീകരിക്കേണ്ടവരല്ല. ഇതിന് സംഭവിക്കുന്ന വീഴ്ചയും അവരുടെ തലയിലിടുമെന്ന് ഒരുതരം മനുഷ്യത്വം നഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില BLOമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകൾ കാണാനിടയായി. അവർക്ക് കിട്ടുന്ന ഓറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, അതായത് ഓഡിയോകൾ വഴി മേലെ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഭാഷയിലും അല്ലെങ്കിൽ അച്ചടക്കത്തിന്റെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുമുള്ള സംഗതിയാണ്. ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യ പ്രക്രിയ നടത്തേണ്ടത്. നമുക്ക് ആളുകളുടെ ജീവൻ കളഞ്ഞുകൊണ്ടോ അവരുടെ മാനസികാരോഗ്യം തകർത്തുകൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള പ്രക്രിയ നടത്തേണ്ടത്. അതിന് കളക്റ്റീവായിട്ടുള്ള, ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറയുന്നത് പോലുള്ള സംഗതികളല്ല. കളക്റ്റീവായി ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ജുഡീഷ്യറി എടുത്തുള്ള ഒരു സമീപനവും പറയാതിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം കേസുകളിൽ എടുക്കുന്ന നിഷേധാത്മകമായ സമീപനം, അതായത് ഈ പ്രശ്നത്തിന് ഇപ്പോഴാണ് പരിഹാരം കാണേണ്ടത്. നമുക്കറിയാം, നോട്ട് നിരോധന കേസ് ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയും കേൾക്കരുത് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി ഉൾപ്പെടെ കേട്ട കേസുകൾ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം 8 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം അടയിരുന്ന ഒരു സുപ്രീം കോടതിയാണ് നമുക്കുള്ളത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ഹൈക്കോടതികളിൽ വരുമ്പോൾ അത് സുപ്രീം കോടതി കേൾക്കട്ടെ എന്നൊരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും സമയബന്ധിതമായി ഇത് കേൾക്കാതിരിക്കുകയും ഫലത്തിൽ ഇത് ഇൻഫ്രക്ചസ് ആയി പോകുന്ന, ഈ കോസ് തന്നെ ഇല്ലാതായി പോകുന്നത് വരെ ഇത്തരം കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ കോടതികളിൽ പെൻഡിംഗ് ആണ് എന്നതിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയ നേതൃത്വം അതിനോട് സർക്കാർ പോയപ്പോഴും ഹൈക്കോടതി എന്താണ് നിലപാടെടുത്തെന്നുള്ളത് കണ്ടതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പരാതിക്കാരായിട്ടുള്ള BLOമാർക്ക് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് നീതി തേടി പോകാൻ എന്തെങ്കിലും നിയമസാധ്യത ഇതിലുണ്ടോ നിലവിൽ ഉദ്യോഗസ്ഥർക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് മനുഷ്യസാധ്യമല്ലാത്ത ഒരു ജോലിയും നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കേരള സർവീസ് റൂൾസോ മറ്റേതെങ്കിലും ചട്ടങ്ങളോ നമ്മളെ അനുശാസിക്കുന്നില്ല. ബഹുമാനപ്പെട്ട BLOമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ താൽക്കാലികമായി ഈ ജോലിക്ക് വന്നിരിക്കുന്ന ഒരു അഡീഷണൽ വർക്ക് മാത്രമാണ്. നിങ്ങളെ ഗവേൺ ചെയ്യുന്നത് കേരള സർവീസ് റൂൾസ് തന്നെയാണ്. അതിപ്പോ അധ്യാപകരാണെങ്കിൽ എഡ്യൂക്കേഷൻ റൂൾസ് ഉണ്ട്, സർവീസ് റൂൾസ് ഉണ്ട്. ഈ സർവീസ് റൂളുകൾ പ്രകാരം നിങ്ങൾക്ക് മനുഷ്യസാധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് എനിക്ക് ചാനലിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാർക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രഷർ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് സാധ്യമല്ലാത്തൊരു പണി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ സർക്കാർ ജീവനക്കാർക്ക് അത് വളരെ വ്യക്തമായ ചട്ടങ്ങളുണ്ട്. അതിൽ പറയാത്ത കാര്യങ്ങൾ, അതിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, മനുഷ്യസാധ്യമല്ലാത്ത കാര്യങ്ങൾ, ആരോഗ്യം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അതുകൊണ്ട്